വെനസ്വേലയെ അമേരിക്ക ഭരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യമെങ്കിൽ ഇനിയും ആക്രമണം നടത്തും. ജനാധിപത്യ സർക്കാരിന് ശരിയായ അധികാര കൈമാറ്റം നടത്തുന്നവരെ അമേരിക്ക ഭരണം നടത്തും. US കസ്റ്റഡിയിലായ വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യ സിലിയ ഫ്ലോറസും അമേരിക്കയിൽ വിചാരണ നേരിടണമെന്നും ട്രംപ് പറഞ്ഞു. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ ചിത്രം പുറത്തുവിട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് പേജിലൂടെയാണ് നിക്കോളാസ് മഡൂറോയുടെ ചിത്രം പുറത്തുവിട്ടത്. യുദ്ധക്കപ്പലിനുള്ളിൽ നിൽക്കുന്ന ചിത്രമാണ് പുറത്തുവന്നത്. കണ്ണ് കറുത്ത മാസ്ക് ഉപയോഗിച്ച് മൂടിയ നിലയിലാണ്. കയ്യിൽ വിലങ്ങും അണിയിച്ചിട്ടുണ്ട്. അതേസമയം നിക്കോളാസ് മഡൂറോയെയും ഭാര്യയും പിടികൂടിയ ദൗത്യത്തെ മികച്ച ഓപ്പറേഷൻ എന്നാണ് ട്രംപ് പ്രശംസിച്ചത്. മഡൂറോയെയും ഭാര്യയെയും പിടികൂടി നാട് കടത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ സൈന്യം കരീബിയൻ മേഖലയിലേക്ക് വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തിയിരുന്നു. കൊളംബിയയിലെ ബൊഗോട്ടയിലെ അമേരിക്കൻ എംബസി വെനസ്വേലയിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2019 മുതൽ കാരക്കാസിൽ അമേരിക്കൻ എംബസിയുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. വെനസ്വേലയിലെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ടെലിവിഷനിൽ നടത്തിയ പ്രസംഗത്തിൽ മഡൂറോയും ഭാര്യയും നിലവിൽ എവിടെയുണ്ടെന്ന് അറിയിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാക്കിയത്. മഡൂറോ ജീവനോടെയുണ്ടെന്നതിന് തെളിവുകൾ നൽകണമെന്നും അവർ ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഇന്നലെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയത്. തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ 7 സ്ഫോടനങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്. മയക്കുമരുന്ന് സംഘങ്ങൾക്ക് സംരക്ഷണം നൽകിയതിനാലാണ് അക്രമമെന്നാണ് അമേരിക്ക പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.